ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്കും സുഖമാണ്. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഒരു നാടൻ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്, വാഴക്കൂമ്പ് തോരൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വാഴക്കൂമ്പിനൊപ്പം വൻപയറും കൂടി ചേർത്തിട്ടാണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വൻപയർ എടുത്തിട്ട്, അധികം ആവേണ്ട, കുറച്ചെടുത്തിട്ട് ഒരു അര ഗ്ലാസ്സോ 3/4 ഗ്ലാസ്സോ എടുത്തിട്ട് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് അതിനെ വേവിക്കുക. വാഴക്കൂമ്പ് അരിയുന്നതിന് മുമ്പ് അതിൻ്റെ പുറമേ കുറേ ഇതളുകളില്ലേ, അതൊക്കെ നിങ്ങൾ മാറ്റണം. 3-4 ഇതളുകൾ മാറ്റിയിട്ട് വേണം അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം അരിയാൻ. പിന്നെ അത് കഴുകാൻ പാടില്ല, കഴുകിയിട്ട് വേണം അരിയാൻ. അപ്പോൾ ഇത് വളരെയധികം ഫൈബർ ഉള്ള ഒന്നാണ്. അപ്പോൾ ചിലരൊക്കെ ഇതിങ്ങനെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ നാരൊക്കെ എടുത്ത് കളയും. ഞാനങ്ങനെ ചെയ്യാറില്ല, കാരണം ഫൈബർ നമുക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് അരിഞ്ഞതിന് ശേഷം, ചെറിയ പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ അരമുറി തേങ്ങയാണ് ചതയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അരയ്ക്കരുത്, ചതയ്ക്കാണ് വേണ്ടത്. അപ്പോൾ അരമുറി തേങ്ങ, 3 വറ്റൽമുളക്, 2 അല്ലി വെളുത്തുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചുവന്നുള്ളി, പിന്നെ അല്പം ജീരകം, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ 2-3 ഇതിൽ കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ചേർക്കുക. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർക്കുക. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ വളരെ കുറച്ചാണ് കയ്യിലുള്ളത്, ഒന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം കടുക് പൊട്ടിയതിന് ശേഷം ഈ
അരിഞ്ഞു വെച്ച കൂമ്പില്ലേ അത് അതിനകത്തേക്ക് ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവാൻ വേണ്ടി ചെറിയ തീയിൽ 2 മിനിറ്റ് അടച്ചു വയ്ക്കണം. ഓക്കെ. വൻപയറും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നിന്ന് വേവാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ ചേർത്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ച അരപ്പില്ലേ അതും കൂടി ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഒതുക്കി മൂടി വയ്ക്കുക. എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക. ഇപ്പോൾ ഇളക്കരുത്, പുറമേ നിന്ന് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ഒതുക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കുക. അരപ്പെല്ലാം നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വെള്ളമൊന്നും കാണില്ല, എന്നാലും വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ, നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ട് എടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ 4 സൈഡിലേക്ക് ഇങ്ങനെ ആക്കിയിടുക. അതിന് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് കൂടി വെച്ചിരുന്നാൽ തോരൻ റെഡി ആയിട്ടുണ്ടാവും. നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ.